ചിക്കൻ മുറ്റാണെന്ന് തോന്നണ്ടേ. ഉള്ള ഉണക്ക മീനും കയറ്റിട്ട് വന്ന് ചിക്കൻ മുറ്റുമല്ലോ ഓണം കഴിച്ച്. ഡേ അതൊക്കെ പൊട്ടു. മണിയാണെന്ന് ഇറക്കുന്നില്ലേ ഡേ? അണ്ണാ നിങ്ങൾക്ക് വേണ്ടി വാറ്റുണ്ടാക്കിയിട്ട് അയാളകത്ത് പോയത്. എന്നിട്ട് ആ വർത്തനം നിങ്ങൾ എൻ്റെ അടുത്ത് പറയരുത് കേട്ടല്ലേ. ഡേ ഇങ്ങോട്ട് നോക്ക്. എന്റെ എണ്ണാക്കിനകത്തല്ലേ? ഓ അങ്ങോട്ട് നോക്ക്. അത് 3 പേട്ട് ഇറക്കന്മാര്. ഡേ മധു, അത് സുരേഷിന്റെ മക്കളല്ലേ ഇതോ വരുന്നേ? അത് സുരേഷിന്റെയാ. ഏതാണോ എന്തോ നമ്മളെ കുറിച്ചാണ് തോന്നുന്നു അമ്മമാര് പറയുന്നത്. യുവമാർക്ക് സ്കൂളിലൊന്നും പോണ്ടേ? ഏയ് ഇതൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുവന്ന്. നീ ഇപ്പൊ നോക്കിക്കോ, യുവമാർക്ക് എന്നെ ഭയങ്കര പേടിയാണ്. അതൊക്കെ വേണോ? നീ ഇപ്പൊ കണ്ടോടാ. ഡേ ഇങ്ങോട്ട് വാടാ. വാടാ. ഡേ നില്ല്. ഉള്ളെന്ന് പോണ്ടടാ എനക്കൊന്ന്. രാവിലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. വേണ്ട എന്താ ചെറിയണത്? എന്താ വേണ്ടടാ? നീ കഞ്ചാ പഠിച്ചിട്ടുണ്ടാ വന്നിരിക്കും. അല്ല മാമ അല്ല. എന്താ പന്നി നീ കുത്തി കീറിക്കളയ കേട്ടല്ലേ. നമ്മളോട് വേണ്ട രണ്ടിനെ കുത്തി കൊടലെടുത്തോളാം കേട്ടല്ലേ. നിന്റെ കാര്യം നോക്കി നീയൊക്കെ ഈ വഴിക്ക് വാടാ. അപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു. നാണക്കേടായി. പിന്നെ ആരും കണ്ടില്ലല്ലേ? ആരും കണ്ടേന്നില്ല. എന്നാ വാ പോവാം. ഏയ് അങ്ങോട്ട് പോരുത്. അങ്ങോട്ട് അവന്മാര് പോയേക്കുന്നേ. നമുക്ക് ഇങ്ങോട്ട് പോവാം. ആരെയാന്നോ എന്തോ കണി കണ്ടത്. അടിയുള്ള രക്ഷപ്പെട്ടു. തന്നെ പോവാം. പാകിസ്ഥാൻ ബോംബിട്ട് യുദ്ധം തുടങ്ങി. കേടാ അവിടെ. എന്റെ മുരിയല്ലപ്പാ ഞാൻ തീർന്നു. വീടല്ലേടാ. ഞാൻ പോക്കത്തിലടാ പാട്ടികളെ. ആരാ അവിടെ കിടക്കുന്നേ? നോക്കാം. കള്ളന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. നമ്മൾ അന്വേഷിച്ച് നടക്കുന്നവരാണോ? ആഹാ കൊള്ളാം. നിങ്ങളായിരുന്നോടാ? സാറായിരുന്നോ? സാറേ യുദ്ധം തുടങ്ങി. പാകിസ്ഥാൻ ബോംബിട്ടോണ്ടിരിക്കുക. നിലത്തിടക്ക് സാറേ, കിടക്ക് സാറേ, കിടക്ക്. അയ്യോ സാറേ ഇവന്മാർ അമ്പലം പൊക്കിക്കൊണ്ട് പോകാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. എടാ പൊട്ടന്മാരെ, യുദ്ധമൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വെടി പൊടിച്ചതാ. കഴിച്ചു പോകണ്ട. യുദ്ധം കഴിഞ്ഞെന്ന്. വാ പോവാം. ഞാൻ പിറന്ന മണ്ണ് എന്റെ ചോര കൊണ്ട് ചുമക്കട്ടെ. വന്ദേ മാതരം, ലാൽ സലാം. അയ്യടാ പറ്റി കഞ്ചാവ് അടിച്ചിട്ട് കിടക്കുവാ അല്ലടാ. സാറിന്റെ ഇവിടെ എടാ മധുവേ, നിനക്ക് നിന്റെ ചേട്ടൻ മണിക്കുമ്പം വാറ്റും കോപ്പൊക്കെ കൊണ്ടോടാ. പണിയാണ് ജയിലില്ല. ഇവനാ കണ്ണ് കാണാത്ത ലോട്ടറിക്കാരനെ പിടിച്ച് കാശുണ്ടാക്കിയവനാ. സാറേ അതൊക്കെ ഞങ്ങൾ അന്നേ നിർത്തി. അതെല്ലാം തവക്കള രായ ഒപ്പിച്ചതാ. എന്നിട്ട് അവന്റെടാ അണ്ണ എപ്പോഴും അകത്ത് തന്നെ. രായണ്ണ ജയിലില്ല സാറേ. MDMA കേസിൽ പുറത്തിറങ്ങിയതിന് ശേഷേ ഭാര്യയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ വീണ്ടും അകത്ത് പോയി സാറേ. ആ പിന്നെ ഇവിടെ എന്തെങ്കിലും അനാവശ്യ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞേ കേട്ടല്ലേ. അതെന്തൊരു പറച്ചില്ല സാറേ. നിങ്ങൾ സ്റ്റേഷനിൽ നടക്കുന്ന കാര്യം നമ്മളെ അറിയിക്കാറുണ്ടോ? പിന്നെ എന്തിനും ഇവിടുത്തെ കാര്യം ഞങ്ങളെ അറിയിക്കണം. ഇന്നാളെ നിനക്ക് ഇറങ്ങി വെച്ചതാടാ ഇത്. അന്നും തന്നായിരുന്നു. സാറ് മറന്നു പോയതാ. നിന്നെ അടിക്കരുത്. ആരാ അദ്ദേഹം? ഞാനാ സാറേ, സോമൻ, വട്ടപ്പാറ സോമൻ. കുറച്ചാൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പാറശാലയിലായിരുന്നു. തിരക്കോട് തിരക്കുന്നേ. റോഡ് പണി എന്റെ പൊന്നെ മെച്ചടിച്ചെന്റെ ഊപ്പാട്. അത് ശരി. എന്നിട്ട് പറ. എന്നിട്ടൊന്നും പറയണ്ട സാറേ. അവിടെ സ്ഥിരം ശരീരം ഉണ്ടെങ്കിൽ പണിയെടുക്കണം. ഞാനെങ്കിൽ പോരുന്നു. നമുക്ക് നമ്മുടെ നാടും നാട്ടുകാരൊക്കെ വലിയ വലുത്. ഉണ്ടാത്തടാ സാറേ വെള്ളം ഇട്ട് ഇറങ്ങി ആൾക്കാരെ മൂച്ചിക്കേ. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയണം. ഈ നാട്ടിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ സ്റ്റേഷനിൽ ഒന്ന് ഞങ്ങളെ അറിയിക്കും. ചില രഹസ്യ ഇൻഫർമേഷൻ ഞങ്ങൾ കിട്ടിയോണ്ടാണ് ഞങ്ങൾ വന്നത്. 2-3 ഭീകരന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് നുഴഞ്ഞേറിയിട്ടുണ്ട്. രഹസ്യ വിവരമാ. പിടിച്ചു കൊടുത്ത ആളെന്നിന് 10 ലക്ഷം രൂപ വെച്ച് കൈ കിട്ടും. എല്ലാവരും കേട്ടല്ലോ. 10 ലക്ഷം? 10 ലക്ഷം രൂപ. ഓ രക്ഷപ്പെട്ട്. 3-4 മാസം ജയിലിലായോണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അല്ല സോമ, നീ എന്ന് വന്നു? ഞാൻ വന്നിട്ട് 3-4 ദിവസമായി. ഇലക്ഷൻ വരാൻ പോവല്ലേ, പിരിവൊക്കെ നേരത്തെ തുടങ്ങണം. പിരിവാ? പിന്നല്ലാതാ. ആര് മത്സരിച്ചാലും സോമം പിരിയും. അതിരിക്കട്ടെ, നിങ്ങളെങ്ങനെ ജയിലിൽ പോയത്? ഓ എന്തോ പറയാനാ സോമ. ആ പൊട്ടൻ നിക്കറിടാത്തോണ്ട് പറ്റിയതില്ലേ. കാശും പോയി, കുപ്പിയും പോയി, മാനവും പോയി. ആ പാവപ്പെട്ട രായണ്ണ ജയിലിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഓ അപ്പൊ അതൊക്കെയാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ തിരുവനന്തപുരത്തോട്ടൊന്ന് വിളിക്കാം. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ സോമ. അല്ല, സെക്രട്ടറിയേറ്റ് വിളിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. വേണ്ടേ? വിളിക്കണ്ടേ? വേണ്ട. ആ പൊട്ടന്റെ തലവട്ടം കണ്ട അന്നൊരു പണി ഉറപ്പാ. തങ്കപ്പെണ്ണ, എല്ലാത്തിനും വഴിയുണ്ട്. ഞാൻ ഒരു ഐഡിയ പറയട്ടാ. ഐഡിയ? എന്തൊരു ഐഡിയ? ഇനി ഒരു ഉടായ്പിന് ഞാനില്ല. നിർത്തി, എല്ലാം നിർത്തി.
എന്റെ അണ്ണാ ഞാൻ പറയണം നിങ്ങളൊന്ന് കേക്ക്. ഡേയ്, സത്യം പറയാല്ലേ, ജയിലിലായിരുന്നപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നിന്റെ തള്ളു കേൾക്കണ്ടല്ലോ ഡേ. നിങ്ങൾ മിണ്ടായി, നീ പറയടേ. ആ ഡേയ്, നീ മിണ്ടരുത്, നീ ആ. മിണ്ടരുത്. നിന്റെ ചേട്ടൻ മണിയില്ലേ, അങ്ങേര് വാറ്റും കൊണ്ട് വന്നുകൊണ്ടാണ് പോലീസുകാരന്മാരെ ഇടയിൽ നൂരാൻ പറ്റാതെ പോയത്. എന്നിട്ട് നീയൊക്കെ ജയിലിലൊന്ന് തിരിഞ്ഞു നോക്കിയാടേ. അതെന്തൊരു വർത്താനമാണ്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്റെ ചേട്ടൻ മാറ്റിയത്? ഓപ്പ്. പിന്നെ ഞാൻ വന്ന് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറയാൻ ഞാനും ആത്തല്ലായിരുന്നു. അങ്ങനെ വൃത്തിയുടെ സംസാരം സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് കേക്ക്, നിർത്ത്. 2 പേര് എന്റെ കൂടെ നിന്നാ 2 പേർക്കും പ്രയോജനമുണ്ട്. ഞാൻ പറയുന്ന കേട്ടാ നടക്കും. വാ. വാ. ആ,